മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ ഡെയിലി അനാലിസിസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി ഒരു പോസിറ്റീവ് ഒരു മൊമെൻറ്റത്തിലേക്ക് റിവേഴ്സൽ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഇന്ന് നിഫ്റ്റി ഒരു ഓൾമോസ്റ്റ് ഒരു 600 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഷാർപ്പ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയ മാത്രമല്ല, ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് അവിടെ നിന്ന് ഫർദർ മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. നോർമലി ഈ ഒരു ദിവസം നമ്മൾ കാണാം, ഇതാണ് നമ്മൾ ഇന്ത്യ US ട്രേഡ് ഡീൽ വന്ന ദിവസം. അന്നും 1000 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു, ബട്ട് അവിടെ നിന്ന് ഷാർപ്പ് സെല്ലിംഗ് ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 800 പോയിന്റ്, ഐ തിങ്ക് 700 പോയിന്റ് സംതിങ്. ബട്ട് അവിടെ നിന്ന് ഫർദർ പിന്നെയും ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. സോ അതൊരു നല്ലൊരു പോസിറ്റീവ് ഒരു മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. സോ ലാസ്റ്റ് 1 വീക്കായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടി നല്ലൊരു മൂവ്മെന്റ് ഞാൻ റിവേഴ്സിൽ കാണിച്ചത് എൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഞാൻ പറഞ്ഞു. സ്മോൾ ക്യാപ്പ് ഓൾറെഡി ഒരു നല്ലൊരു റിവേഴ്സിൽ ഒരു ട്രെൻഡ് റിവേഴ്സിൽ കാണിക്കുന്നുണ്ടായിരുന്നു. സോ സ്മോൾ ക്യാപ്പ് ഓൾറെഡി റിവേഴ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഷോർട്ട് ടൈം ഒരു പോസിറ്റീവ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ എക്സ്ട്രീം പോസിറ്റീവ് ആയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 6% അടുപ്പിച്ച് തന്നെ ഒരു 5.7% അടുപ്പിച്ച് തന്നെ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ഫർദർ അത് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഫർദർ അവിടെ നിന്ന് പിന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 500-600 പോയിന്റ്സ്, ഐ തിങ്ക് 54 ഇന്ന് ഓപ്പൺ നോക്കുകയാണെങ്കിൽ ഓപ്പൺ 54,900, ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 55,700, ഓൾമോസ്റ്റ് 800 പോയിന്റ് അവിടെ നിന്ന് തന്നെ മൂവ്മെന്റ് ഉണ്ടായി. സോ നല്ലൊരു ദിവസമായിരുന്നു മാർക്കറ്റിന്. നമുക്ക് മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നല്ലൊരു പോസിറ്റീവ് മൂവ്മെന്റ് തന്നെയാണ്. സോ എല്ലാ മാർക്കറ്റിലും നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ഇന്നലെ രാത്രി ഒരു ട്രേഡ് ഡീൽ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. നമുക്ക് സിൽവർ നോക്കുകയാണെങ്കിൽ സിൽവർ ആ ഒരു ഏരിയ തന്നെയാണ്. സോ ഇവിടുന്ന് കൺസോളിഡേറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റം കിട്ടും. നമുക്കൊരു 18 മുകളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗോൾഡ് ഫർദറായിട്ട് മൊമെന്റം കാണിക്കുന്നുണ്ട് മുകളിലോട്ട്. സോ ബട്ട് ഒരു ഷാർപ്പ് മൊമെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് ഫർദർ ഡൗൺ വന്ന് ഒരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കി പോകാനുള്ള ചാൻസ് ആണ് കൂടുതലും കാണിക്കുന്നത്. US ഓയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ട്രേഡ് ഡീൽ വരുമ്പോൾ ഷാർപ്പ് ഫോൾ ഉണ്ടാവും. അതുപോലെ ഇന്നലെ ഒരു 16% അടുപ്പിച്ച ഫോൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അല്പം ഒരു 19 താഴെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ചെറിയൊരു റിക്കവറി കാണിക്കുന്നുണ്ട്. ഓക്കെ, ബിറ്റ് കോയിൻ ആണെങ്കിൽ നമുക്ക് ബിറ്റ് കോയിൻ നോക്കാം. ജസ്റ്റ് എ മൊമെന്റ്. ബിറ്റ് കോയിൻ നമ്മൾ 1 hour ചാർട്ട് എടുക്കുമ്പോൾ നമ്മൾ ടാർഗറ്റ് ഇവിടെയാണ് പറഞ്ഞത്, ബട്ട് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു സെൽ ഓഫ് ഉണ്ടായി. ബട്ട് ഇന്നലെ നൈറ്റ് ഇവിടെ നിന്ന് റിവേഴ്സൽ കാണിച്ചു. അവിടെ നിന്ന് ഒരു ഷാർപ്പ് ഒരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് നൈറ്റ് മോർണിംഗ് ഒരു 4:30 വരെ, പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ സോണിലാണ്. ഇവിടെ നിന്ന് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് ഇപ്പം ബിറ്റ് കോയിൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ബിറ്റ് കോയിൻ നിൽക്കുന്നത്. നമുക്ക് ഇതുവരെ 74 വരെ നമുക്കൊരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സും നല്ല പോസിറ്റീവിലാണ്. നിഫ്റ്റി 50 3.78 ആയിരുന്നു. അതിൽ ശ്രീറാം ഫിനാൻസ്, TMPV, ഐഡിയൻ്റ് എല്ലാം നല്ല പോസിറ്റീവ് ആയിരുന്നു. ചെറിയ നെഗറ്റീവ് വരുന്നത് നെസ്ലെ, ടെക്കം, കോൾ ഇന്ത്യ എല്ലാം സ്ലൈഡ്. കോൾ ഇന്ത്യ 3.02 ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ അദാനി ഗ്രീൻ, TMCV, ചോള ഫിനാൻസ് ഇതെല്ലാം പോസിറ്റീവ് ആയിരുന്നു. ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഡിമാർട്ടും ടൊറന്റ് ഫാർമയും കുറച്ച് നെഗറ്റീവ് ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ അശോക് ലൈലാൻഡ് 12.67 അപ്പായിരുന്നു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം 10.12, ഇതെല്ലാം ABC ക്യാപിറ്റൽ ഗുഡ്സ് എല്ലാം ഇന്ന് നല്ല അപ്വേർഡ് മൊമെന്റ് ഉണ്ടായിരുന്നു. FMCG സ്റ്റോക്ക് കുറച്ചും ഡൗൺ സൈഡ് ആയിരുന്നു. മാരിക്കോ ഓയിൽ ഇന്ത്യ ഇന്ന് ഡൗൺ സൈഡ് ആയിരുന്നു. നാഷണൽ അലുമിനിയം ഡൗൺ സൈഡ് ആയിരുന്നു. സ്മോൾ ക്യാപ്പ് 250 നോക്കുകയാണെങ്കിൽ ചോല ഹോൾഡിംഗ് ഫിനാൻസ് ആണെന്ന് തോന്നുന്നു, 16.13 അപ്പായിരുന്നു. ഫോഴ്സ് മോട്ടർ 11.10 അപ്പായിരുന്നു. DCM ശ്രീറാം 3.60, സൈഡസ് വെൽ, EMMV ഇതെല്ലാം ഡൗൺ സൈഡുള്ള സ്റ്റോക്സ് ആണ്. മെയിൻലി ന്യൂസ് എന്ന് പറഞ്ഞാൽ US ഇറാൻ ട്രേഡ് ഡീൽ തന്നെയാണ്. US ഇറാൻ സീസ് ഫയർ ഡീൽ തന്നെയാണ്. സോ അത് 2 വീക്സിനുള്ള ഡീലാണ് ഇപ്പോൾ എഗ്രി ആയിട്ടുള്ളത്. 12 ഡേയ്സിനുള്ള. ഫർദർ നമുക്ക് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകണമെന്ന് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി അത് നല്ലൊരു പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. ഫർദർ എനിക്കത് എസ്കലേറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. നമുക്ക്
എനിവേ US അതിൽ ഇൻവോൾവ് ആവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് മാർക്കറ്റിന് ഇതൊരു പോസിറ്റീവ് മൊമെൻറ്റം കിട്ടിയെന്നാണ് തോന്നുന്നത്. ഫർദർ മാർക്കറ്റ് കൺസിഡർ ചെയ്യുന്നത് റീജിയണൽ ക്യൂസ് തന്നെ ആയിരിക്കും. ഇന്റർനാഷണൽ ക്യൂസിൽ ഫർദർ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. സോ മാർക്കറ്റ് ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറീസ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഗ്രോത്ത് സ്റ്റോറീസ്, ഏർണിങ്സ്, അതെല്ലാമായിരിക്കും മാർക്കറ്റിനെ ഫർദർ ഡ്രിവൻ ചെയ്യുന്നത്. ഓക്കെ 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 ഗൈസ്, നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.